ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റസൽ റയൻ വേൾഡിൽ ഒരു കുക്കിംഗ് ആയാലോ? ബീഫ് കൊണ്ടൊരു അത്ഭുതം തന്നെ ചെയ്യാം. അപ്പോൾ പറഞ്ഞുതരാം. ബീഫ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വേവിച്ചെടുക്കുക. വേവിച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഗ്രീൻ പീസും ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അതും ഇതേപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം കേട്ടോ. ഇത്രയും കുറച്ച് റെസിപ്പി കൊണ്ട് എങ്ങനെയാണ് ഈ ബീഫ് കൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിക്കുക എന്നല്ലേ കാണിച്ചു തരാം. സമൂസയുടെ ഓല എടുത്ത് ഒരു പ്ലസ് രൂപത്തിൽ വെക്കുക. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ക്രഷ് ചെയ്തെടുത്ത ആ ഒരു കൂട്ട് നടുക്കിലായിട്ട് വെച്ച് കൊടുക്കുക. അത് ആവശ്യത്തിനെടുത്തിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ പോയിന്റ് ചെയ്ത് വെക്കാൻ. സ്പൂണേക്കാളും കൈ കൊണ്ട് തന്നെ എളുപ്പം. സിമ്പിളായിട്ട് തന്നെ കൈ കൊണ്ട് നമുക്കത് സെൻറ്ററിൽ വെക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ബീഫ് ഒന്ന് പൊടിച്ച് വെച്ചത് അതും എടുത്ത് വെക്കുക. വേവിച്ച ബീഫാണേ, അത് നിങ്ങൾ മറക്കണ്ട കേട്ടോ. ദേ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇരുവശങ്ങളിൽ നിന്നും എടുത്ത് മൈദമാവ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 ഭാഗവും നമ്മൾ ഒരുപോലെ മാവ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് മസാലക്കൂട്ടോ ഒന്നും തന്നെ ഇതിനില്ല. ഇപ്പം നിങ്ങളെ മനസ്സിലൊരു ഡൗട്ട് ഓടുന്നുണ്ടാവും, ഇത്രയും ചെറുതായൊരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതിപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. മസ്റ്റ് ട്രൈ ആണ് മക്കളെ. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഇതുപോലെ ബോക്സ് ഷേപ്പിലാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. 4 വശങ്ങളിലായിട്ട് നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഹോൾസ് കാണാം. ആ ഭാഗങ്ങളിൽ നമുക്ക് മൈദമാവ് വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. എങ്കിലേ അകത്തേക്ക് എണ്ണ പിടിക്കാതിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മടക്കിയെടുക്കാം. വീഡിയോ നിങ്ങൾക്കായിട്ട് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുമുണ്ട്. എന്നെപ്പോലെ ക്ഷമയില്ലാത്തവരൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മൊത്തം 7 ബോക്സാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെന്താ, പാൻ അടുപ്പത്ത് വെക്കുക, ഓയിലൊഴിക്കുക, ഇരുവശങ്ങളും നമ്മൾ ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. എനിക്ക് കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്തെന്ന് വെച്ചാൽ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് ചിക്കൻ ആയാലും ഇങ്ങനെയുള്ള വിഭവങ്ങളായാലും ഇങ്ങനെ പൊരിയുമ്പോഴുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ടാണ്. എന്തായാലും പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. എന്തായാലും പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്യലും കഴിഞ്ഞു. ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവരെ മുന്നിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാന്നേ. ഇതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, ബീഫ് കുനാഫ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും.